ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ എൻ്റെ അനിയത്തി ചിങ്കുവിൻ്റെ അടുത്ത് ഫ്രാങ്ക്ഫർട്ടിൽ വന്നിരിക്കുകയാണ്. ഇന്നലെ രാത്രി ഞാൻ എത്തിയതാണ്, പക്ഷേ ഇന്നലെ രാത്രി എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഇന്ന് രാവിലെയോടുള്ള വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതോടെ കാണാം. ഞാൻ ഈ ഒരു കഴിഞ്ഞൊരു വീക്ക് മ്യൂണിക്കിലായിരുന്നു എൻ്റെ കസിൻ്റെ അടുത്ത്. ഇന്നലെയാണ് അപ്പോൾ ഞാൻ ചിങ്കുവിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ഇപ്പം ഞാനും ചിങ്കുകൂടി കൂടി ഫ്രാങ്ക്ഫർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയൊക്കെ ഇനി നമുക്ക് വീഡിയോയിൽ കാണാം. എൻ്റെ ഗ്രൂമിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ചിങ്കു ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്കിൻ കെയറിൻ്റെ ആളാണ്. അപ്പോൾ അവളുടെ അടുത്ത് പല പല പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവൾ എന്നെ ഇങ്ങനെ ഗ്രൂം ചെയ്തെടുക്കുവാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, ഐബ്രോസ് റിമൂവ് ചെയ്യുക, ഫേസിലെ ഹെയർ റിമൂവ് ചെയ്യുക, അതൊക്കെയാണ് അവൾ ചെയ്യുന്നത്. പിന്നെ അവൾക്ക് സ്കിൻ കെയർ ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് അവളുടെ കയ്യിൽ എല്ലാ പ്രോഡക്റ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ വരുമ്പോഴാണ് ഞാനതെല്ലാം യൂസ് ചെയ്യുന്നത്. ചിങ്കുവിന് പണ്ടേ ഇതിൽ കൈവച്ചിട്ടുള്ളതാ. ചെറുതായിരുന്ന സമയത്ത് ഇവിടെ ഞങ്ങളുടെ കസിൻ്റെ ഒരു ഷേവിങ് സെറ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു. അതെടുത്ത് ചിങ്കു പിരികം കൊണ്ട് ഷേവ് ചെയ്ത് കളഞ്ഞു. 2 പിരികം. പ്രത്യേക തരം ഹോബികളാണ്. ചിങ്കു എനിക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ചിങ്കു ഉണ്ടാക്കുന്നത്? മഷ്റൂം വെജീസ് എഗ് ടോസ്റ്റ് അല്ല, എഗ് ഫ്രൈ. ഞാൻ ഹെയറൊക്കെ ഒന്ന് വാഷ് ചെയ്തു. ഹെയറൊക്കെ ഒന്ന് വാഷ് ചെയ്തിപ്പോൾ ഒന്ന് ഡ്രൈ ചെയ്തിട്ടുള്ളൂ. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്യണം. കഴിഞ്ഞ വർഷം ഏകദേശം ഇതേ സമയത്ത് തന്നെയാണ് ഞാൻ ഇവളുടെ അടുത്ത് വന്നത്. അന്ന് ഞാൻ സ്വീഡനിൽ നിന്നാണ് വന്നത്. ജൂലൈയിലാണ് എനിക്ക് തോന്നുന്നത്. അന്ന് ഞാൻ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ, അന്ന് ഞാൻ ഇതേ സെയിം ടീഷർട്ട് തന്നെ ഇറന്നിട്ടിരുന്നത്. അന്ന് ഞാൻ ആ പോസ്റ്റ് ചെയ്ത് വീഡിയോയ്ക്ക് ആണോ? അത് കൊള്ളായിരുന്നു. അപ്പം ആ വീഡിയോ ആണ് ഇപ്പോഴും എനിക്ക് എൻ്റെ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയൊരു വീഡിയോ അതായിരുന്നു. ഐ ഹോപ്പ് ഈ വീഡിയോയ്ക്കും അതിനേക്കാളും കൂടുതൽ വ്യൂസ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അന്ന് ചിക്ക് വേറൊരു വീട്ടിലായിരുന്നു, ഒരു വില്ലയിലായിരുന്നു. അവള് ജർമ്മൻസിൻ്റെ കൂടെയൊക്കെ താമസിക്കുന്ന ഒരു വില്ലായിരുന്നു അവൾ താമസിച്ചത്. അപ്പം ഈ പ്രാവശ്യം ഇവളൊരു അപ്പാർട്ട്മെന്റിലോട്ട് മാറി. ഇവിടെ ഇവളും ഒരു ഐറിഷ് പെൺകുട്ടിയോട് താമസിക്കുന്നു. നീയല്ലേ പറഞ്ഞ ഐറിഷ് ആണ്? പപ്പ ജർമ്മനാണോ? അപ്പം ഈ അപ്പാർട്ട്മെന്റ് ഒരു 2 ബെഡ്റൂമുള്ള ഒരു അപ്പാർട്ട്മെന്റ് മാത്രം, വേറെ ലിവിങ് റൂമോ അങ്ങനെയൊന്നുമില്ല. ഒരു ചെറിയ കിച്ചൺ ഉണ്ട്. എന്തായാലേ ആർക്കുണ്ടാവും ഈ ഭാഗ്യം? നമ്മുടെ യങ്ങർ സിസ്റ്റർ നമുക്ക് വേണ്ടി കുക്ക് ചെയ്യുന്നു. ഇവിടെ മാത്രമല്ല കേട്ടോ, ഇപ്പം ചിങ്കുപ്പ് എൻ്റെ പ്ലേസിൽ വരികയാണെങ്കിലും അവൾ എനിക്ക് വേണ്ടി കുക്ക് ചെയ്ത് തരും. അങ്ങനെ അവൾ എപ്പോഴും എനിക്ക് വേണ്ടി കുക്ക് ചെയ്ത് തരാറുണ്ട്. സാധാരണ ചേച്ചിമാരാണ്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോ ഞാനാ നിനക്ക് കുക്ക് ചെയ്ത് തന്നത്. കഴിഞ്ഞ വർഷം. ശരിയാ, അതൊക്കെ പനി ആയതുകൊണ്ട് ഞാനായിരുന്നു ഫുൾ കുക്ക് ചെയ്തത്. ഈ പ്രാവശ്യം ഇവിടെ എനിക്ക് എല്ലാം കുക്ക് ചെയ്ത് തരില്ല. ഈ പ്രാവശ്യമല്ല, ഇപ്പൊ ഞാൻ എപ്പോ വന്നാലും പനിയുള്ള സമയത്ത് എപ്പോ വന്നാലും അവിടെ എനിക്ക് വേണ്ടി കുക്ക് ചെയ്ത് തരും. എന്നാലും ഞാൻ വന്നപ്പോ ചോറുണ്ടായി, ചിക്കൻ കറി ഉണ്ടായി, ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ ടൂണയുടെ ഒരു കറി ഉണ്ടായിരുന്നു. ഇവിടെ ചോറ് വേണം, ചപ്പാത്തി 2 റെഡി, ഏത് വേണം എന്നൊക്കെ ചോദിക്കുമായിരുന്നു. ഈ അപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്ത് പോയി നോക്കുമ്പോൾ നമുക്ക് നേരെ കാണുന്നൊരു ഹോസ്പിറ്റലാണ്. പിന്നെ അതിന്റെ ബാക്കിലൊരു ചർച്ചും കാണാം. എന്താണ് നീ സൺഡേ പോവാറ്? മലയാളിസിനുള്ള പള്ളിയാ? അവിടെ തൊട്ടടുത്ത് തന്നെയാണല്ലോ പള്ളി. ഓ, ചിങ്കു എന്നോട് വാക്യൂം ചെയ്യാൻ ഏൽപ്പിച്ചായിരുന്നു, ഞാൻ മറന്നുപോയി. ഇങ്ങനെ ചെയ്യണം. എടി, നീ എങ്ങനെയാ കഴിക്കുന്നത് അതുപോലെ തന്നെ നിന്റെ മതി. അങ്ങനെ ചിങ്കു ഉണ്ടാക്കിയിരിക്കുന്നതാണത്. ചിങ്കു ഞാനും തമ്മിലുള്ള ഒരു സിമിലാരിറ്റിയാണ്, ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണെന്നുള്ളത്. ചിങ്കു എന്നെ മുടി സ്ട്രെയിറ്റ് ചെയ്ത് തരാണ്. ഞാൻ മുടി സ്ട്രെയിറ്റ് ചെയ്യാനായിട്ട് കുറേ സമയം എടുക്കും. എനിക്ക് അവിടെയാണെങ്കിൽ ശ്രദ്ധയായിരിക്കും ചെയ്തു തരുന്നത്. ഇവിടെയാണെങ്കിൽ ചിങ്കു. ഞാൻ ചെയ്യുമ്പോൾ ഒന്നാമത് എനിക്ക് ക്ഷമയില്ല ഇതൊന്നും ചെയ്യാനുള്ള. പെർമനൻറ്റ് സ്ട്രെയിറ്റനിങ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഹെയർ ഫോളാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ അതിപ്പോൾ ചെയ്യാത്ത. തല ഫ്രണ്ടിലോട്ട് പിടിക്കുക. ഇതേക്കാണ് മലയാണോ?
അവിടെ ജോലിയാണ്. മലയുടെ വെള്ളോ? ചിക്കുവിന്റെ ഫുഡുകളെ നല്ല ഭംഗിയുള്ളത് ഞാൻ പറഞ്ഞുള്ളൂ. അപ്പൊ തന്നെ അത് കുറച്ച് നിലക്ക് വിടും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഫുള്ള് നാടൻ ഫുഡൊക്കെ ആയിരുന്നു കഴിച്ചത്. ചിക്കുവിന്റെ ക്ലോത്ത് കളക്ഷനാണ് ഇതല്ല. ഞങ്ങളൊന്ന് പുറത്ത് പോകാൻ തീരുമാനിച്ചു. അപ്പം ഏത് ഡ്രസ്സ് വേണം തപ്പി പിടിക്കലാണ്. ഈ കുർത്ത ഞാൻ ഒരു പ്രാവശ്യം ഇട്ടായിരുന്നു. അത് എന്നോട് കുറേ പേര് നല്ലതെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നാട്ടിൽ നിന്ന് ആരെ കൊടുത്തു വിട്ടതാണ്. പിന്നെ ടോപ്പുകൾ, പിന്നെ അതെ ഇതിലും കുറേ ഇത് അങ്ങനെ പല പല ക്ലോത്ത്സ് ഇട്ട് നോക്കി അവസാനം ഞാൻ ഇതിടാമെന്ന് തീരുമാനിച്ചു. ചിങ്കു കുളിച്ചുകൊണ്ടിരിക്കുക. അവളെ കണ്ടു കഴിഞ്ഞാൽ എന്ത് പറയുന്നത് എനിക്കറിയാൻ പാടില്ല. അവൾ സാധാരണ എനിക്ക് പാൻസ് ഇടാൻ തരാറില്ല. അവൾ പറയുന്നത് അവളുടെ സൈസ് വലുതായി പോകും ഞാൻ ഇട്ട് കഴിഞ്ഞാൽ എന്നാണ് പറയുന്നത്. ഇനി മേക്കപ്പ് ചെയ്യാനുണ്ട്. അല്ല, സത്യത്തിൽ നമ്മൾ എന്തിനാണ് റെഡിയായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ഫ്രാങ്ക്ഫർട്ട് സിറ്റിയിൽ വരെ പോകാനുണ്ട്. അല്ല, നമുക്കൊരു കൊളാബറേഷൻ വീഡിയോ ചെയ്യാനുണ്ട്. അത് മാത്രമല്ല പിന്നെ ഞങ്ങൾ സിസ്റ്റേഴ്സ് ഡേ ഔട്ട് ആക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം ഈ മാലയാണ് ട്രൈ ചെയ്ത് നോക്കിയത്. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇങ്ങനെ ഡീപ്പായിട്ടുള്ളൊരു മാലയാണ് ചേരുന്നതെന്ന്. അപ്പോൾ ഞാനിത് മാറ്റിയിട്ട് വേറെ ഇട്ട് വെക്കാം. പിന്നെ ഞാൻ ഇത് ട്രൈ ചെയ്തത്. ഇത് നമ്മൾ ഈ മോണിൻ്റെ ഉള്ളിൽ കൂടി ഈ സ്റ്റാർ കയറ്റുന്നത്. പക്ഷേ ഇത് എനിക്ക് ഇതിന് മാച്ചായിട്ട് തോന്നുന്നില്ല. മേ ബി ഞാനൊരു നെക്ലേസ് ഇട്ടാലോ എന്ന് ആലോചിക്കുന്നത്. വേറെ മേ ബി ഒരു ചോക്കർ പോലത്തെ ഇട്ടാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. നോക്കട്ടെ. ഞാനത് കണ്ണെഴുതിയോ വിളിക്കുന്നത്? കണ്ണെഴുതിയോ? ഇല്ല, എഴുതി. അങ്ങനെ ഞങ്ങൾ ഫ്രാങ്ക്ഫർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് എനിക്കൊരു 3 മണിക്കാണ് വീഡിയോ എടുക്കാനുള്ളത്. ഇത് ചിങ്കുവിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഗീസലിൽ ചിങ്കുട്ടേക്കുന്നത് ഒരു ബൂട്ട്സാണ്. എനിക്ക് എപ്പോഴും സംശയമാണ് നമ്മൾ ബൂട്ട്സ് ശരിക്കും എന്താ പറയുക വിൻ്ററിൽ ഇടുന്നതാണോ? അത് വിൻ്ററിൽ നമുക്ക് അതിട്ടൊന്നും പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. അപ്പോൾ സ്റ്റൈലിന് വേണ്ടി ആയിരിക്കും ഇടുന്നത്. കൊള്ളാം കൊള്ളാം. ഞങ്ങൾ ഫ്രാങ്ക്ഫർട്ട് ബാലൻസിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഞങ്ങളൊരു പാകിസ്ഥാനി റെസ്റ്റോറൻറ്റിലാണ് ഫുഡ് കഴിക്കാൻ വന്നേക്കുന്നത്. നമ്മൾ സീറ്റൊന്ന് ചെറുതായിട്ട് ചേഞ്ച് ചെയ്തായിരുന്നു. ചിങ്ങനെ തണുക്കണമെന്ന് പറഞ്ഞിട്ട്. വെറുതെ കഴിക്കാൻ പോലെ അടിപൊളിയാണ്. ഇത് നമ്മുടെ ബിരിയാണി പോലെ അല്ലായിരുന്നു കേട്ടോ. ഇത് പാകിസ്ഥാനി റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ട് തന്നെ ആ സ്റ്റൈലാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതിനു മുമ്പ് പാകിസ്ഥാനി ബിരിയാണി കഴിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയില്ല. എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചിങ്കു പറഞ്ഞിട്ട് ഇത് ഒരുപാടുണ്ടല്ലോ. ഒരാളെങ്ങനെ കഴിക്കാനാ? അതാ പറഞ്ഞത് 2 പേർക്ക് കഴിക്കാനുള്ളത്. കൂടിപ്പോയതാണോ? ലെഗ് പീസ് ആ ഫുഡ് ഞാൻ ഇവിടുന്ന് നേരെ കഴിച്ചിട്ടുള്ളതാ. എനിക്കിഷ്ടമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സുപ്പി. ഇനി വേറെ ഏതെങ്കിലും ഭാഷ പറഞ്ഞോ? വേറെ ഏതെങ്കിലും സ്പ്രാഹിൽ? ഏതാ? ഇറ്റാലിയൻ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. നല്ല ബിരിയാണി ആയിരുന്നു. 15 യൂറോസ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ? 16 16 യൂറോസ് ആയിരുന്നു. 2 പേർക്ക് സുഖമായി കഴിക്കാം. നന്നായി കഴിക്കാൻ പറ്റും കേട്ടോ. വയർ ഫുള്ളായി. അതെ, എൻ്റെ വേണ്ട ഇനി ഞങ്ങളിവിടെ എന്നോട് പറഞ്ഞു ഡെസേർട്ട് സാപ്പിടാൻ പോരാ. ഏതായിരുന്നു? സാന്റിയാഗോ. നമ്മുടെ ടർക്കിയിലുള്ള സാൻ സെബാസ്റ്റ്യൻസ് ചീസ് കേക്ക് ഉണ്ടല്ലോ. അപ്പൊ അത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് ഡേറ്റിന് വരാറുണ്ട്. അപ്പൊ ഞാൻ കഴിക്കാറ്. എന്ത് സാധനത്തിന്? ഡേറ്റിന്. അപ്പൊ അത് കഴിച്ചിട്ട് വരാം. ഞങ്ങളൊരു അറബിക് ബേക്കറിയിലാണ് കേട്ടോ ഈ സാൻ സെബാസ്റ്റ്യൻ കേക്ക് കഴിക്കാൻ വന്നത്. ഇവിടുത്തെ ഒരു ആംബിയൻസ് ഭയങ്കര അടിപൊളിയായിരുന്നു.
അത് മാത്രമല്ല ഇവിടെ ഒരുപാട് വേറെ അറബിക് സ്വീറ്റ്സ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമില്ലായിരുന്നു കേട്ടോ, നല്ലതായിരുന്നു ഈ ചീസ് കേക്ക്. എനിക്ക് ചീസ് കേക്ക് ഓൾറെഡി എനിക്ക് ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ കുറച്ച് ചോക്ലേറ്റും കൂടി ഉള്ള ആ ഒരു കോമ്പിനേഷൻ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത്. അത് നല്ല തന്നെയായിരുന്നു. പക്ഷേ മധുരം, എനിക്ക് ഓൾറെഡി മധുരം അത്ര ഇഷ്ടമില്ലാത്ത ആളാണ്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കഴിച്ചിട്ട് പോലും ഞങ്ങളത് തീർന്നില്ലായിരുന്നു. പിന്നെ ഞങ്ങളൊരു ടീ മേടിച്ചു മധുരം കുറച്ച് കുറയാനായിട്ട്. പക്ഷേ എന്നിട്ട് ഞങ്ങൾ കഴിച്ച് തീർത്തില്ല ഈ കേക്ക്. പിന്നീട് ഞാൻ കൊളാബറേഷൻ വീഡിയോ എടുക്കാൻ പോയി. രേഷ്മയുടെ ഒപ്പമായിരുന്നു എൻ്റെ വീഡിയോ. രേഷ്മ ഇവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യണം ജർമ്മനിയിൽ. ഐ ഹാഡ് എ ഗ്രേറ്റ് ടൈം എന്ന് തന്നെ പറയാം. രേഷ്മ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു, അതുപോലെ തന്നെ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ഭയങ്കര ഈസി ആയിരുന്നു. ഇത് രേഷ്മയുടെ മോളാണ്, ഇവള് ഭയങ്കര ക്യൂട്ടായിരുന്നു. അങ്ങനെ വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ചിങ്കുവിൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോയി. അവൾ എൻ്റെ കൂടെ വന്നില്ലായിരുന്നു കേട്ടോ. അതിനുശേഷം രാത്രി ഞങ്ങൾ ഡിന്നറൊക്കെ ഒരുമിച്ച് കഴിച്ചു. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ ഹനോവറിലേക്ക് തിരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.